പ്രഭു കേൾക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു. श्री भगवान की जय। जयो राधा माधवा, जयो कुंज बिहारी, जयो राधा माधवा, जयो कुंज बिहारी, जय गोपी जनवल्लभा, जय गिरिवरधारी, जय गिरिवरधारी, जय गोपी जनवल्लभा, जय गिरिवरधारी, जय गिरिवरधारी, जय यशोदानंदना, जय ब्रजनरंजना, जय यशोदानंदना, जय ब्रजनरंजना, जय यमुनतीरवनचारी, जय कुंज बिहारी, जय यमुनतीरवनचारी, जय कुंज बिहारी, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, जय राधा माधव राधा माधव राधे, जय रुक्मणी देवी, जय द्वारागति रुक्मणी देवी, जय द्वारागति, जय जगन्नाथ, जय जगन्नाथ बालादेवा, जय सुभद्रमाई, जय कृष्ण बालाराम, जय कृष्ण बालाराम, कृष्ण बलराम, जय कृष्ण बलराम, जय गौरानिदा, जय गौरानिदा, गौरानिदा, जय गौरानिदा, जय जय प्रभुपाद प्रभुपाद प्रभुपाद, जय जय प्रभुपाद, जय जय गुरुदेव गुरुदेव गुरुदेव, जय जय गुरु। हरे कृष्णा। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। हरे कृष्ण। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जायामुदीरये, नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया, भगवते अत्युत्तमश्लोके भक्तिर्भवति नैष्ठकी, मोहं करोति वाचालं भङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे परमानन्दमाधवं श्रीचैतन्यमीश्वरम् ശ്രീ ഗുരുദീനധാരണം. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധം
6-ാം അധ്യായം നാരദനും വ്യാസദേവനും തമ്മിലുള്ള മധ്യേയുള്ള സംഭാഷണം എന്നുള്ള അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. 34 1:6:34 ഏതദ്യാതോരചീതാന മാത്രാ സ്പർശേ ച യാമുഹോ മാത്രാ സ്പർശേ ച യാമുഹോ ഭവ സിന്ധു പ്ലവോ ദൃഷ്ടോ ഭവ സിന്ധു പ്ലവേ ദൃഷ്ടോ ഹരിചര്യാനുവർണനം ഹരിചര്യാനുവർണനം ഏതദ്യാതോരചീതാന ഏതദ്യാതോരചീതാന മാത്രാ സ്പർശേ ച യാമുഹു മാത്രാ സ്പർശേ ച യാമുഹു ഭവ സിന്ധു പ്ലവോ ദൃഷ്ടോ ഭവ സിന്ധു പ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണനം ഹരിചര്യാനുവർണനം ഏതദ്യാതോരചീതാന മാത്രാ സ്പർശേ ച യാമുഹു ഭവ സിന്ധു പ്ലവോ ദൃഷ്ടോ ഹരിചര്യാനുവർണനം. ഏതൽ ഇത് ഹി നിശ്ചയമായും ആതുര ചിത്താനാം സദാ മനോവ്യതയാലും ഉത്കണ്ഠയാലും സാന്ദ്രമായ മനസ്സുള്ളവരുടെ മാത്ര ഇന്ദ്രിയാസ്വാദന വിഷയങ്ങൾ സ്പർശ ഇന്ദ്രിയങ്ങൾ ഇച്ഛയ ആഗ്രഹങ്ങളാൽ മുഹു സദാ ഭാവസിന്ധു അജ്ഞാത സാഗരത്തിൽ പ്ലവാഹ വഞ്ചി ദൃഷ്ട പരിണത പ്രജ്ഞനായ ഹരിചര്യ ഹരിയുടെ കർമ്മങ്ങൾ പരമദിവ്യോത്തമ പുരുഷന്റെ കർമ്മങ്ങൾ അനുവർത്തനം നിരന്തര പാരായണം. വിവർത്തനം: ഇന്ദ്രിയങ്ങൾ ആനന്ദദായകമായ വിഷയങ്ങളിൽ സമ്പർക്കത്തിലാകാൻ അഭിലഷിക്കുന്നത് കാരണം സദാ മനോവ്യതകളാലും ഉത്കണ്ഠകളാലും സാന്ദ്രമായവർക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ലീലകളുടെ നിരന്തര ജപമാകുന്ന വഞ്ചിയാൽ അജ്ഞതയാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ സാധ്യമാകുന്നു. അത് ഞാൻ സ്വയം അനുഭവിച്ച് അറിഞ്ഞതാകുന്നു. നാരദനാണ് ഈ ശ്ലോകം പറയുന്നത്. ഒന്നുകൂടെ വായിക്കാം. വിവർത്തനം: ഇന്ദ്രിയങ്ങൾ ആനന്ദദായകമായ വിഷയങ്ങളിൽ സമ്പർക്കത്തിലാകാൻ അഭിലഷിക്കുന്നത് കാരണം സദാ മനോവ്യതകളാലും ഉത്കണ്ഠകളാലും സാന്ദ്രമായവർക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ലീലകളുടെ നിരന്തര ജപമാകുന്ന വഞ്ചിയാൽ അജ്ഞാതയാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ സാധ്യമാകുന്നു. അത് ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞതാകുന്നു. നാരദൻ പറയും. ഭാവാർത്ഥം: എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ജീവാത്മാക്കൾക്ക് അല്പനേരത്തേക്ക് പോലും വെറുതെ ഇരിക്കുവാൻ കഴിയില്ല. അവർ സദാ എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെയെങ്കിലും കുറിച്ച് സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും. സാധാരണയായി ഭൗതികവാദികൾ അവരുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ ബഹിരംഗ ശക്തിയായ മായാശക്തിയുടെ സ്വാധീനത്തിന് വിധേയമായി നിർവഹിക്കപ്പെടുന്നതാകയാൽ അത്തരം ഇന്ദ്രിയഗത കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് യാതൊരു സംതൃപ്തിയും നൽകുന്നില്ല. ഘടകവിരുദ്ധമായി അവ മനോവ്യതകളാലും ഉത്കണ്ഠകളാലും സാന്ദ്രമായി തീരുന്നു. ഇങ്ങനെ മായ അല്ലെങ്കിൽ മിഥ്യ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിനെ മായ അല്ലെങ്കിൽ മിഥ്യ എന്ന് വിശേഷിപ്പിക്കുന്നു. യാതൊന്നാണോ അവർക്ക് സംതൃപ്തി പ്രദാനം ചെയ്യാത്തത് അതിനെ സംതൃപ്തിക്കുള്ള വിഷയമായി അവർ അംഗീകരിച്ചിരിക്കുന്നു. ആകയാൽ ഇന്ദ്രിയ ആസ്വാദനത്തിൽ വ്യാപൃതരായ
അത്തരം ജീവാത്മാക്കൾ സംതൃപ്തിക്കായി ഭഗവത് ലീലകളെ കുറിച്ച് സദാ ആലപിക്കുക എന്ന് ശ്രീ നാരദ മുനി സ്വന്തം അനുഭവത്തിൽ നിന്നും ഉദ്ബോധിപ്പിക്കുന്നു. ശ്രദ്ധാവിഷയത്തെ മാത്രം മാറ്റുക എന്നതാണ് സൂചന. ജീവാത്മാക്കളുടെ ചിന്തകളെയോ വികാരങ്ങളെയോ ആഗ്രഹങ്ങളെയോ അഥവാ പ്രവർത്തന നടപടികളെയോ നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ യഥാർത്ഥ ആനന്ദം ആഗ്രഹിക്കുന്ന പക്ഷം ഒരാൾ ശ്രദ്ധാവിഷയത്തെ മാത്രം പരിവർത്തിപ്പിക്കേണ്ടതാണ്. മൃത്യു വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, സിനിമാ നടീനടന്മാരുടെ ചേഷ്ടകളെ ആസ്വദിക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് പകരം ഗോപികമാരെയും ലക്ഷ്മികളെയും പോലുള്ള ഭഗവാന്റെ ശാശ്വത പങ്കാളികളുമായി ഭഗവാൻ നടത്തുന്ന ലീലകളിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടാവുന്നതാണ്. സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിന്റെ അഹേതുകമായ കാരുണ്യത്താൽ ഭൂമിയിൽ അവതരിക്കുകയും ഏറെക്കുറെ ലൗകിക വ്യക്തികളുടേതുപോലെ എന്നാൽ ആകയാൽ അസാധാരണവും അതിമാനുഷികവുമായ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. സർവബദ്ധാത്മാക്കളുടെയും ക്ഷേമത്തിനായി അവരുടെ ശ്രദ്ധ സർവ അതിശയവും ആത്മജ്ഞാനപരവും അതീന്ദ്രിയവുമായതിൽ കേന്ദ്രീകരിക്കാനാണ് ഭഗവാൻ അപ്രകാരം പ്രവർത്തിച്ചത്. ആ വിധം പ്രവർത്തിക്കുന്നതാകയാൽ ബദ്ധ ആത്മാവ് ക്രമേണ അതീന്ദ്രിയ പദവിയിലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയും അങ്ങനെ സർവ ദുരിതങ്ങളുടെയും പ്രഭവ കേന്ദ്രമായ അജ്ഞാത സാഗരത്തെ അനായാസേന തരണം ചെയ്യുകയും ചെയ്യുന്നു. ശ്രീ നാരദ മുനിയെ പോലുള്ള പ്രാമാണികന്റെ അനുഭവത്തിൽ നിന്നും അരുളി ചെയ്യപ്പെട്ടതാണിത്. ഭഗവാന് അത്യധികം പ്രിയപ്പെട്ട ശ്രേഷ്ഠ നാരദ മുനിയുടെ കാലടികളെ പിന്തുടരാൻ നാം ആരംഭിച്ചാൽ അനന്തരം നമുക്കും ഇതേ അനുഭവം പ്രാപ്തമാക്കാൻ സാധ്യമാകുന്നു. ഓം തത്സത്. ശ്രീല പ്രഭുപാദി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹനലളിതാ ശ്രീ വിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗതിഷേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപതരൂപേച്ഛ കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭോ വൈഷ്ണവേഭോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നമാമി മൂർധന്യ ചരണാരവിന്ദേ ശ്രീ ഭാഗവത പദസമേതസേ പ്രചാരണേ ലോകധാരണേ ശ്രീല മഹാവിഷ്ണു ഗോസ്വാമി ദിനാം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷമുണ്ട്. ഭഗവാന്റെ കൃപയാൽ ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവത സത്സംഗത്തിൽ 1-ാം അധ്യായം ഫസ്റ്റ് കാൻഡോ 1-ാം സ്കന്ധത്തിൽ
ഒന്നാം അധ്യായം നാരദനും വ്യാസദേവനും മധ്യയുള്ള സംഭാഷണം എന്നുള്ള മനോഹരമായ അധ്യായത്തിൽ 34 ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഹരേ കൃഷ്ണ. കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാമല്ലോ ഭക്തജനങ്ങളെ? കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. നന്ദി. താങ്ക് യു മാം. ഹരേ കൃഷ്ണ. അപ്പോ ഇന്നത്തെ ഈ ശ്ലോകം ചർച്ച ചെയ്യുന്നത് നാരദ മഹർഷിയാണ്. നാരദ മഹർഷി പറയുന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. എന്താണ് അദ്ദേഹം പറയുന്നത്? വിവർത്തനം നോക്കാം. ഇന്ദ്രിയങ്ങൾ ആനന്ദദായകമായ വിഷയങ്ങളിൽ സമ്പർക്കത്തിലാകാൻ അഭിലഷിക്കുന്നത് കാരണം സദാ മനോവ്യതകളാലും ഉത്കണ്ഠകളാലും സാന്ദ്രമായവർക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ലീലകളുടെ നിരന്തര ജപമാകുന്ന വഞ്ചിയാൽ അജ്ഞതയാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ സാധ്യമാകുന്നു. അത് ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞതാകുന്നു. അതാ ശ്രീമദ് ഭഗവത്ഗീത 4-34 ശ്ലോകം. തദ്വിധി പ്രണിപാതേന പരിപൃഷ്ടേന സേവയാ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനഃ. ജ്ഞാനികൾ തത്വത്തെ ദർശിച്ചവരാകയാൽ അവരെ നമുക്ക് ഫോളോ ചെയ്യാം. കാരണം നമ്മൾ ഭഗവത്ഗീത തിയറി ക്ലാസ് ആണ്, ശ്രീമദ് ഭാഗവതം പ്രാക്ടിക്കൽ ക്ലാസ് ആണ്. തിയറി ക്ലാസ്സിൽ പറയുന്നു, ഒരു ഗുരു തത്വത്തെ അറിഞ്ഞ് ഗുരുവിനെ സേവിക്കുകയാണെങ്കിൽ നമുക്കും ആധ്യാത്മിക ജ്ഞാനം കരസ്ഥമാക്കാൻ പറ്റുമെന്ന് പറയുന്നു. ഇവിടെ അങ്ങനെ ഒരു ഗുരുവായ നാരദ മഹർഷി തത്വത്തെ ഞാൻ ദർശിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അതെ, ഞാൻ ഇത് സ്വയം അനുഭവിച്ചറിഞ്ഞതാകും. ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലാണ്. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അനുഭവത്തിൽ വരുമ്പോഴാണ് അതിന് വിജ്ഞാനം എന്ന് പറയുന്നത്. എന്താണോ തിയറി അത് നമ്മുടെ പ്രാക്ടിക്കൽ ജീവിതത്തിൽ അനുഭവയോഗ്യമാകുമ്പോൾ അതിന് വിജ്ഞാനം എന്ന് പറയും. അപ്പോൾ തദ്വിധി പ്രണിപാതേന എന്നുള്ള അതിൽ തത്വങ്ങൾ കണ്ടറിഞ്ഞ് ഗുരുവിനെ സേവിക്കുക, വിനയപൂർവ്വം ചോദിച്ചറിയുക, അതാണ് ജ്ഞാനം കരസ്ഥമാക്കാനുള്ള വഴി എന്ന് ഭഗവത്ഗീത 4:34 പറയുന്നു. അതിന്റെ അങ്ങനെയുള്ള ഒരു ഗുരു ആര് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് നാരദ. നാരദ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ ഇത് അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ എന്ത് ഭാഗവത ഭഗവത്ഗീത ശ്ലോകവും നമ്മൾ അനുഭവിച്ചറിയുക എന്നുള്ളത് അത് അടുത്ത ഒരു ലെവലാണ്. ആദ്യം പഠിച്ചറിയുക എന്നുള്ളത് ആദ്യത്തെ ലെവൽ. രണ്ടാമത്തെ ലെവൽ അത് അനുഭവത്തിൽ സാക്ഷ്യത്തിൽ വരിക എന്നുള്ളതാണ് അടുത്ത ലെവൽ. അപ്പൊ ആദ്യം പഠിക്കുന്നവർക്ക് മാത്രമേ അത് അനുഭവജ്ഞാനത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ പടി പഠിക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്തെ പടി അത് ആ ഓരോ ശ്ലോകങ്ങളും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ തന്നെ സാക്ഷ്യപ്പെടുത്തുക. അത് ശരിയാണ്, ഇത് ശരിയാണ്, ഈ ശ്ലോകം പറയുന്നത് വളരെ കറക്റ്റാണ്, നമ്മുടെ ജീവിതത്തിൽ അത് അതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ആ ശ്ലോകം പറയുന്നത് എന്ത് കറക്റ്റാണ് എന്നൊക്കെ നമുക്ക് അനുഭവത്തിൽ അറിയാൻ പറ്റും. അങ്ങനെ ഇവിടെ നാരദ മഹർഷിക്ക് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വന്നതിന്റെ സാക്ഷ്യം രേഖപ്പെടുത്തുന്ന ശ്ലോകമാണ് ഇന്ന് നമ്മൾ ഈ ഭാഗവതത്തിന്റെ 1:6-34 എന്നുള്ള ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നത്. എന്താണ് ഇവിടെ നാരദ മഹർഷിക്ക് അനുഭവയോഗ്യമായത്? നാരദ മഹർഷിക്ക് ഇവിടെ അനുഭവയോഗ്യമായിരിക്കുന്നത് ആൾക്കാരുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ ഏതിലേക്ക് ആകർഷിക്കപ്പെടും? ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് അവർക്ക് ഇന്ദ്രിയങ്ങളുടെ വിഷയത്തിലേക്ക് നമ്മൾ വ്യാപൃതനാകുന്നതിന്റെ ഉദ്ദേശം ആനന്ദമാണ്. എന്നാൽ അതിൽ ആനന്ദം കിട്ടുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അത് മനോവ്യതകളും ഉത്കണ്ഠകളിലേക്ക് നമ്മളെ കൊണ്ട് വിടുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് സന്തോഷവും ഉത്കണ്ഠ ഇല്ലാതെയുള്ള സന്തോഷവുമാണ് നമ്മൾ ആഗ്രഹിച്ചത് ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപൃതനാകുമ്പോൾ. എന്നാൽ അങ്ങനെ വ്യാപൃതനാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മനോവ്യതകളും ഉത്കണ്ഠകളുമാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്, ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എന്താഗ്രഹിച്ച് പ്രവർത്തിച്ചോ ആ പ്രവർത്തനത്തിലൂടെ എന്താഗ്രഹിച്ചോ അത് കിട്ടുന്നില്ല, പകരം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനം കിട്ടുകയും ചെയ്യും. എന്നാൽ അങ്ങനെ മനോവേദങ്ങളിൽ വീണ്ടും 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 നമ്മൾ ഇതൊക്കെ ചെയ്ത് ദുഃഖത്തിൽ പെട്ടുകൊണ്ടേയിരിക്കുന്ന നമ്മൾക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ലീലകളുടെ നിരന്തര ജപമാകുന്ന വഞ്ചിയാൽ
അജ്ഞതയാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ സാധിക്കും. അങ്ങനെ വീണ്ടും 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 നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് എപ്പോഴാണോ ഭഗവാന്റെ ദിവ്യലീലകളെ കുറിച്ചുള്ള ചർച്ചകളും നാമജപവും നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ ഈ അജ്ഞത മൊത്തം മാറി നമുക്ക് ഉയരങ്ങളിൽ ഭഗവാനിൽ എത്താൻ നമുക്ക് സാധിക്കും, ആനന്ദത്തിലെത്താൻ സാധിക്കും, സന്തോഷത്തിലെത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. അവിടെയാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് കിട്ടുന്നത്. അത് ഞാൻ സ്വയം അറിഞ്ഞതാണ് എന്ന് നാരദൻ ഇവിടെ പറഞ്ഞു. അതായത് ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്കത് ചർച്ച ചെയ്യാം. ഒരമ്മ മക്കൾക്ക് നല്ലത് വരുവാനാണ് ആഹാരം കൊടുക്കുന്നത്, ശരിയല്ലേ? ഒരമ്മ എന്തിനാണ് ആഹാരം കൊടുക്കുന്നത്? മക്കൾക്ക്, മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അമ്മ ആഹാരം ഊട്ടിക്കൊടുക്കുന്നത്. എന്നാൽ എന്താഹാരമാണ് ആത്യന്തികമായി ആ കുട്ടിക്ക് നന്മയേകുന്നത് എന്ന് അറിഞ്ഞൂടാത്ത അമ്മ എന്താ ചെയ്യുന്നത്? അത് അറിഞ്ഞൂടാത്ത അമ്മ ആ ആഹാരത്തിലൂടെ ഒരുപക്ഷെ ആ കുട്ടിയുടെ ദ്രോഹവും ചെയ്യുന്നു. കാരണം അജ്ഞതയാണ്. എന്താണ് യഥാർത്ഥത്തിൽ മക്കൾക്ക് നല്ലതെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പറയുമ്പോൾ നമുക്ക് എന്താണ് പറയുന്നത് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരമ്മ സ്നേഹത്തോടെ ഊട്ടി വിടുന്ന മക്കൾക്ക് നല്ലത് വരണം എന്ന് മാത്രമാണ് അമ്മ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് രുചിയുള്ള നല്ല പോഷക സമൃദ്ധമായ ആഹാരം അമ്മയ്ക്ക് അറിയാവുന്ന രീതിയിൽ അമ്മ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുന്നത്. എന്നാൽ അത് യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് ദ്രോഹമായാലോ? ഉദാഹരണത്തിന് ധാർമ്മിക ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അർത്ഥം അറിഞ്ഞൂടാത്ത അമ്മ മക്കൾക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, ഈ നോൺ വെജിറ്റേറിയൻ കഴിച്ചില്ല എങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കി വെച്ചിട്ടാണ് നോൺ വെജിറ്റേറിയൻ ഊട്ടുന്നത്. എന്നാൽ ഫലത്തിൽ ആ അമ്മ നന്മയ്ക്ക് വേണ്ടിയാണ് കുട്ടിക്ക് കൊടുക്കുന്നത് എങ്കിൽ കൂടിയും ധർമ്മശാസ്ത്ര ഗ്രന്ഥത്തിന്റെ ദൃഷ്ടിയോടുകൂടി ആ പ്രവർത്തനത്തിനെ നമ്മൾ നോക്കിക്കാണുമ്പോൾ, അതായത് ശാസ്ത്ര ചക്ഷുഷു കൊണ്ട് ആ സ്നേഹബന്ധത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അമ്മ യഥാർത്ഥത്തിൽ ഊട്ടിവിടുന്നത് ആ കുട്ടിയുടെ ദ്രോഹത്തിന് വേണ്ടിയാണ്. ആ കുട്ടി സ്വന്തം മക്കളുടെ ദ്രോഹത്തിനെ ആണ് അമ്മ വളമിട്ട് കൊടുക്കുന്നത്. ഓരോ മാംസ കഷണം ചവച്ച അരച്ച് ആ കുട്ടി വിഴുങ്ങുമ്പോഴും ആ കുട്ടിക്ക് പുനർജന്മം അമ്മ ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പശുവിന്റെ ഒരു മാംസ കഷണമാണ് ആ അമ്മ ആ മകളുടെ വായിൽ, മകന്റെ വായിൽ വച്ചു കൊടുക്കുന്നതെങ്കിൽ അത് അരച്ച് ഇറക്കുന്ന ആ മകൾക്ക് ആ മാംസ കഷണത്തിലുള്ള ഓരോ രോമവും എത്രയുണ്ടോ അത്രയും രോമം അനുസരിച്ചുള്ള ജന്മങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അത്രയും പ്രാവശ്യം ജനന മരണ ചക്രത്തിലേക്ക് തള്ളിവിടുകയാണ് സ്നേഹനിധിയായ അമ്മ ആ മക്കൾക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അമ്മ ഒരിക്കലും മക്കൾക്ക് വേണ്ടി ദ്രോഹം ആഗ്രഹിക്കത്തില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ അമ്മയ്ക്ക് അറിവില്ലാത്തത് കൊണ്ട്, അതാണ് വാക്ക്, അജ്ഞാനമാകുന്ന അമ്മ, അജ്ഞതയിലുള്ള അമ്മ ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട്, ധർമ്മശാസ്ത്രത്തിലുള്ള അറിവില്ലാത്തത് കൊണ്ട് അമ്മയുടെ പ്രവർത്തനം മക്കൾക്ക് ഫലത്തിൽ ദ്രോഹമായി പോകുന്നു. അമ്മ ദ്രോഹം ചെയ്യുന്നു. ആരാണോ രക്ഷിക്കേണ്ടത് അവർ തന്നെ അവരെ ദ്രോഹിക്കുന്നു. അതായത് വേലി തന്നെ വിളവ് തിന്നുന്നു. വേലി കെട്ടുന്നതിന്റെ ഉദ്ദേശം വെളിയിലുള്ള അറ്റാക്ക് ഒന്നും വരാതെ വിളവിനെ സംരക്ഷിക്കുകയാണ്. എന്നാൽ വേലി തന്നെ വിളവ് തിന്നാലോ? ഇതേ അവസ്ഥയിൽ സ്വന്തം കുടുംബം തന്നെ നമുക്ക് ദ്രോഹം ചെയ്യുന്നു. ആധ്യാത്മികമായ അറിവില്ലാത്തത് കൊണ്ട്, ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ അറിവില്ലാത്തത് കൊണ്ട് സ്വന്തം അമ്മ മക്കളെ സ്നേഹം കൊണ്ട് നരകത്തിൽ തള്ളിവിടുന്നു. സ്വന്തം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അമ്മയ്ക്ക് അജ്ഞാനം, അറിവില്ല. ഇതാണ് കാരണം. അപ്പോ നാച്ചുറലി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിൽ എല്ലാ പ്രവർത്തനത്തിന്റെയും ബേസ് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ നരകത്തിലേക്ക് നല്ല ദ്രുതഗതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്ക്. കാരണം അവർക്ക് മറ്റൊരു ലോകം അറിയില്ല. അതുകൊണ്ട് എല്ലാവരും പോണു, ഞാനും പോണു. ചേരയെ തിന്നുന്ന നാട്ടിൽ പോകുമ്പോൾ നടുകണ്ടം തിന്നണം എന്നുള്ള ഒരു സ്പീഡില്
എല്ലാവരും എന്തു ചെയ്യുന്നു അത് ഞാനും ചെയ്യുന്നു എന്ന് ഓടിക്കൊണ്ടിരിക്കുക. എന്നാൽ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ മനുഷ്യൻ എന്തു ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടോ നമ്മളത് പഠിച്ചിട്ടില്ല, നമ്മളെ ആരും പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ പാരൻസും അത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഓടുന്ന ഓട്ടത്തിൽ നമ്മളും പങ്കാളിയാവും. വ്യക്തമായി മനുഷ്യൻ ബാല്യത്തിൽ എന്ത് ചെയ്യണം, കൗമാരത്തിൽ എന്ത് ചെയ്യണം, യുവാവാകുമ്പോൾ എന്ത് ചെയ്യണം, ഗൃഹസ്ഥനാകുമ്പോൾ എന്ത് ചെയ്യണം, വാനപ്രസ്ഥനാകുമ്പോൾ എന്ത് ചെയ്യണം, സന്യാസിയാകുമ്പോൾ എന്ത് ചെയ്യണം, മരണം അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണം, മരണാസന്നനായ വ്യക്തി എന്ത് ചെയ്യണം എന്നെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവും ബുദ്ധിയും മനുഷ്യന് ഭഗവാൻ തന്നിട്ടുണ്ട്. മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായ എക്സ്ട്രാ ഇന്റലിജൻസ് തീർച്ചയായിട്ടും മനുഷ്യന് ഭഗവാൻ തന്നിട്ടുണ്ട്. അതേപോലെ ആ ഇന്റലിജന്റ് ഉപയോഗിച്ച് മനുഷ്യ ജന്മത്തിന്റെ ഉദ്ദേശവും പരിപൂർണതയും വരുത്തുവാൻ വേണ്ടി മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വളരെ നല്ല നിർദ്ദേശങ്ങൾ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നിട്ടും ഇതെല്ലാം മടക്കി വച്ചിട്ട് ഊഹാബോഹത്തിലൂടെയാണ് പൊതുവെ മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ സ്വന്തം ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച് മാക്സിമം സന്തോഷം എൻജോയ് ചെയ്യാൻ ശ്രമിക്കും തോറും എത്ര തന്നെ അവർ സന്തോഷം ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം സന്തോഷം കിട്ടുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റ് മനോവ്യതകളാലും ഉത്കണ്ഠകളാലുമാണ് അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായി നമ്മളെ പ്ലാൻ എല്ലാം നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിഴലിനെ പിടിച്ചു മാറ്റാനാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് നിഴൽ അവിടുന്ന് മാറണമെങ്കിൽ ആ വസ്തു അവിടുന്ന് മാറും, എങ്കിലേ നിഴല് മാറത്തുള്ളൂ. എന്നാൽ വസ്തുവിനെ മാറ്റിയാലേ നിഴല് മാറുള്ളൂ എന്ന് അറിഞ്ഞൂടാത്ത ഒരു വ്യക്തി എത്ര തന്നെ പരിശ്രമിച്ചാലും നിഴലിനെ എടുത്തു മാറ്റാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഡിസ്റ്റർബായി. എന്നാൽ വസ്തു മാറുമ്പോൾ നിഴല് മാറും എന്നുള്ള അറിവ് അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന് എളുപ്പമാണ് ആ നിഴലിനെ അവിടുന്ന് മാറ്റാൻ, വസ്തുവിനെ മാറ്റിയാൽ മതി. എന്നതുപോലെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആനന്ദം, സന്തോഷം, പരിപൂർണത, ജീവിതത്തിൽ സക്സസ് ആവാൻ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ ശ്രമിക്കുമ്പോൾ നിഴലിനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ പോലെ നമ്മൾ വീണ്ടും വീണ്ടും പരാജിതനായി മാറുക തന്നെ ചെയ്യും. യഥാർത്ഥത്തിൽ ശാസ്ത്രജ്ഞന്മാര് ഉപരിലോകങ്ങളിലേക്ക് ഒരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. ഹരേ കൃഷ്ണ, കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഹരേ കൃഷ്ണ പ്രഭു, മ്യൂട്ടായി പോയി. ഹരേ കൃഷ്ണ. യഥാർത്ഥത്തിൽ മനുഷ്യന് ഉപരിഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ ടെൻഡൻസി ആത്മാവിന്റെ ടെൻഡൻസിയാണ്. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്കും, ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തിലേക്കും, ഭൂമിയിൽ നിന്നും നരകത്തിലേക്കും, നരകത്തിൽ നിന്നും സ്വർഗത്തിലേക്കും ഭൂമിയിലേക്കും ഒക്കെ ആത്മാവ് എത്രയോ കോടി ജന്മം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തതിന്റെ തെളിവാണ് മനുഷ്യൻ ഈ ഭൂമുഖം വിട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോയാൽ എന്ത് എന്ന് ചിന്തിക്കുന്നത്. സ്വാഭാവികമായ കാര്യം. എത്രയോ കോടി ജന്മം ചെയ്തത് കൊണ്ടാണ് ആ ടെൻഡൻസി നമ്മളിലുള്ളത്. ആ ടെൻഡൻസി എങ്ങനെയെന്ന് മനസ്സിലാക്കണമെങ്കിൽ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അതിനെ ആരും പഠിപ്പിക്കണം. അതിനുദാഹരണം, ഒരു പശു ഒരു പ്രസവം നടത്തി, ആ ചെറിയ ഒരു കന്നുകുട്ടി പിറന്നു വീണ് കുറച്ച് സമയത്തിനകത്ത് തന്നെ ആ കന്നുകുട്ടി ഒന്ന് എഴിച്ച് അമ്മയുടെ പാല് കുടിക്കാൻ തുടങ്ങും. ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ആ പാല് വായിൽ വെച്ച് ഇങ്ങനെ കവ്വി കുടിക്കണം എന്ന് ആ കന്നുകുട്ടിക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുത്തത്? അത് എത്രയോ ജന്മം അങ്ങനെ വാ വെച്ച് ആഹാരം കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാച്ചുറലി അങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടത് എന്ന് ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. മനുഷ്യന്റെ കുട്ടിയായാലും അങ്ങനെ തന്നെ. ഏതൊരു ജീവജാലത്തിന്റെ മക്കളും ജന്മന ജനിച്ച ഉടൻ തന്നെ പാല് കുടിക്കാൻ തുടങ്ങുന്നത് ആരും പഠിപ്പിച്ചിട്ടല്ല, നാച്ചുറലി സംഭവിക്കുന്നതാണ്. എന്തുകൊണ്ട് നാച്ചുറലി സംഭവിക്കുന്നു ചോദിച്ചാൽ, കോടിക്കണക്കിന് ജനന മരണങ്ങളിൽ ആ ആത്മാവ് അങ്ങനെയാണ് പാല് കുടിച്ചിട്ടുള്ളത്. അത് നാച്ചുറലി സംഭവിക്കുന്നു.
അപ്പോ ഇതെല്ലാം നമ്മളെ കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിൽ വന്ന് ജനിക്കുന്നു. ഒരു പ്ലാനറ്റിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതെല്ലാം നമ്മളെ തെളിയിക്കുന്നത്. എന്നാൽ ഏത് ജന്മങ്ങളിൽ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും ആനന്ദം കിട്ടുന്നില്ല എന്നതിന്റെ തെളിവാണ് ആ ജന്മത്തിൽ ആനന്ദ സംതൃപ്തി കിട്ടാത്തത് കൊണ്ട് ആ ആനന്ദം അല്ലെങ്കിൽ ആ സന്തോഷം അല്ലെങ്കിൽ ആ ആഗ്രഹം കിട്ടാൻ നമുക്ക് മറ്റൊരു ജന്മം സ്വീകരിക്കേണ്ടി വരുന്നത്. അങ്ങനെ കോടിക്കണക്കിന് ജന്മങ്ങൾ നമ്മൾ ആഗ്രഹ സംതൃപ്തി അടയാതെ മരിക്കുന്നു എന്നതിന്റെ തെളിവാണ് നമുക്ക് വീണ്ടും മറ്റൊരു ജന്മം കിട്ടുന്നത്. ആ ജന്മത്തിലും നമ്മൾ ആഗ്രഹ സംതൃപ്തിക്ക് വേണ്ടി ഒരുപാട് പ്ലാനുകൾ തയ്യാറാക്കി മുന്നോട്ട് പോകുമ്പോൾ ഫലം എന്ത് എന്ന് ഇന്നത്തെ തിലോചി പറയുന്നുണ്ട്. ഇന്ദ്രിയ സംതൃപ്തിയാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മുടെ പ്ലാനുകളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കൊണ്ട് നമുക്ക് മനോവേദകളും ഉത്കണ്ഠകളുമേ വരത്തുള്ളൂ. കാരണം നമ്മൾ എങ്ങോട്ട് തിരിയുന്നില്ല, നമ്മൾ ഭഗവാനിലേക്ക് തിരിയുന്നില്ല. യഥാർത്ഥ ആനന്ദ സംഭരണിയായ ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ആനന്ദം കിട്ടത്തുള്ളൂ. ഇന്ദ്രിയങ്ങളെ സേവിക്കുന്ന ആളിന് ഒരിക്കലും ആനന്ദം കിട്ടത്തില്ല എന്നാണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമുണ്ട്, അതിൽ പറയുന്നുണ്ട്, ഒരു മരത്തിന്റെ ചില്ലയിൽ 2 പക്ഷികളുണ്ട്. ഒരു പക്ഷി സ്വന്തം ആനന്ദം കണ്ടെത്താൻ ഇന്ദ്രിയങ്ങളിലൂടെ ശ്രമിക്കുന്ന പക്ഷി, എന്നാൽ മറ്റൊരു പക്ഷി ആ പക്ഷിയെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റൊരു പക്ഷി. ഫലത്തിൽ നമ്മുടെ ശരീരത്തിലുള്ള 2 ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നമ്മളാകുന്ന ആത്മാവും മറ്റൊന്ന് പരമാത്മാവും. രണ്ടും നമ്മുടെ ഹൃദയകമലങ്ങളിൽ വസിക്കുന്നു. ഭഗവാനാകുന്ന പരമാത്മാവ് നമ്മളാകുന്ന ആത്മാവിന്റെ ആഗ്രഹമനുസരിച്ച് പെടാപാടുപെട്ട് അത് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനെ സ്വയം വീക്ഷിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു. ഈ ആത്മാവ് ആ പരമാത്മാവിലേക്ക് തിരിഞ്ഞു നോക്കാതെ, ആ പക്ഷി പരമാത്മാവാകുന്ന മറ്റൊരു പക്ഷിയെ തിരിഞ്ഞു നോക്കാതെ സ്വന്തം ഇന്ദ്രിയങ്ങളിൽ മാത്രം നോക്കി പ്ലാനുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കും തോറും അദ്ദേഹം വളരെ ഡിസ്റ്റർബായി കാണപ്പെടുന്നു എന്ന് ഭഗവത്ഗീതയിൽ ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാണോ ആ പക്ഷി പരമാത്മാവാകുന്ന പക്ഷിയെ തിരിഞ്ഞു നോക്കുന്നത്, അപ്പൊ മാത്രമേ ആനന്ദം ഉണ്ടാവൂ എന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കോടിക്കണക്കിന് ജന്മം നമുക്ക് വീണ്ടും വീണ്ടും പുതിയ ശരീരം എടുക്കേണ്ടി വരുന്നത്. മനുഷ്യജന്മത്തിൽ മാത്രമേ പരമാത്മാവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ. അതുകൊണ്ട് മനുഷ്യജന്മം കിട്ടിയ നമ്മൾ പരമഭാഗ്യവാന്മാർ. കാരണം പരമാത്മാവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കാൻ നമുക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. നമ്മുടെ തന്നെ ലാംഗ്വേജിൽ അത് ശ്രീല പ്രഭാതറിന്റെ കാരുണ്യം കൊണ്ട് ലോകത്തിൽ സംസ്കൃതത്തിൽ നിന്നും ബംഗാളിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം ചെയ്യുകയും ആ ഇംഗ്ലീഷ് ഭാഷയിലുള്ളതിന് നമുക്ക് നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിലേക്കും പരിവർത്തനപ്പെടുത്തി വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഗത്തിൽ നമ്മുടെ കൈവശം ഭഗവാൻ എത്തിച്ചു തന്നിട്ടുണ്ട്. വേറൊരു കാര്യം, പണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റ് നമുക്ക് വേണമെങ്കിൽ അച്ചടി ഭാഷ ഉണ്ടാകാത്ത കാലത്ത് നമ്മൾ ഒരു സെറ്റ് ഭാഗവതം വേണമെങ്കിൽ പോയിരുന്ന് എഴുതിയെടുക്കണമായിരുന്നു. ഇങ്ങനെ എഴുതിയെടുക്കാൻ ഒറിജിനൽ സ്ക്രിപ്റ്റ് നമ്മളിൽ ആരും തരത്തില്ല. കാരണം ആകെ 1-2 കോപ്പിയേ ലോകത്തുള്ളൂ. എന്നാൽ ഇന്ന് അച്ചടി ഭാഷയുടെ കാരുണ്യം കൊണ്ട് ഇന്ന് നമ്മുടെ കയ്യിൽ, നമ്മുടെ വീട്ടിൽ ഒരു സെറ്റ് ശ്രീമദ് ഭാഗവതം വാങ്ങിച്ചു വയ്ക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞത് ഭഗവാന്റെ മഹാകൃപാ കടാക്ഷമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അങ്ങനെ വീട്ടിൽ ഭാഗവതം വന്നിട്ടും വായിക്കാത്ത ആൾക്കാർ ഏറ്റവും വലിയ തീർത്ഥം കരപാപികളാണ്. തീർത്ഥത്തിന്റെ അടുത്തെത്തിയിട്ടും കുളിക്കാതെ ജലദോഷമാണ് എന്ന് പറഞ്ഞ് തിരിച്ചു പോയ ആൾക്കാരാണ് പാപികളിൽ ഏറ്റവും വലിയ പാപി, തീർത്ഥം കരപാപി. ഇത് നന്ദപുത്ര പ്രഭു പണ്ടൊരിക്കൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വീട്ടിൽ മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഭാഗവതം ഇരുന്നിട്ടും നമ്മൾ പഠിച്ചില്ല എങ്കിൽ, വായിച്ചില്ല എങ്കിൽ നമ്മൾ ഏറ്റവും വലിയ തീർത്ഥംകര പാപിയായി പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹൃദയത്തിലുള്ള പരമാത്മാവിനെ തിരിച്ചറിയാൻ കഴിയൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആനന്ദം കിട്ടത്തുള്ളൂ എന്ന് ഭഗവത്ഗീത സാധൂകരിക്കുന്നു. ഇന്നത്തെ ശ്ലോകത്തിൽ നാരദനും സ്വന്തം അനുഭവജ്ഞാനത്തിലൂടെ അത് നമ്മളെ പറഞ്ഞു തരും. അപ്പോ ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളുടെ നിരന്തര ജപമാകുന്ന വഞ്ചിയാൽ നമുക്ക് അജ്ഞതയാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ കഴിയും. അപ്പോ
ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ അവതരണം. ഉദാഹരണത്തിന് നരഹരി പ്രഭുവിന്റെ ഒരു ക്ലാസ്സിൽ നരഹരി പ്രഭു പറഞ്ഞു, എന്തുകൊണ്ടാണ് ഭഗവത്ഗീത യാകുന്ന ദിവ്യ ഗ്രന്ഥത്തിനെ കുറിച്ചുള്ള ഉപദേശം കുരുക്ഷേത്ര യുദ്ധകളത്തിൽ വച്ച് തന്നിരിക്കുന്നത്? എന്താണ് കാരണം? അത് ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇത് സാധാരണ യുദ്ധത്തിന്റെ ഇടയിലല്ലല്ലോ ആധ്യാത്മിക ജ്ഞാനത്തിനെ കുറിച്ച് ചർച്ച നടത്തേണ്ടത്. എന്നാൽ ഇവിടെ ഭഗവത്ഗീതയുടെ തീം ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് ചോദിച്ചാൽ ആ കളത്തിന്റെ നടുക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിന് കാരണം? അപ്പൊ അദ്ദേഹം തന്നെ ആ ക്ലാസ്സിൽ നന്നായി ആൻസർ പറയുകയുണ്ടായി. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഇഷ്ടം അടിയും പിടിയും ഒക്കെയാണ്. അപ്പൊ അതിന്റെ ഉദാഹരണത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞാലേ നമുക്ക് ഇഷ്ടപ്പെടുത്തും. നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഭഗവാൻ താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഇപ്പൊ നമ്മൾ അതേ ഉദാഹരണമായത് പറഞ്ഞത്, നമ്മളൊരു വഴിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അവിടെ ഭാഗവത സപ്താഹം നടക്കുകയാണ്. നമ്മൾ എത്തി നോക്കത്ത് പോലും ഇല്ല, നമ്മൾ എവിടെ നടന്ന് വീട്ടിലെത്തും. എന്നാൽ അവിടെ കുറെ അടിപിടി നടക്കുകയാണെന്ന് പറഞ്ഞാലോ നമ്മൾ എത്തി നോക്കൂലേ? തീർച്ചയായിട്ടും നമ്മൾ എത്തി നോക്കും. ആരടിച്ചു, എന്തിനടിച്ചു, എല്ലാം നമ്മൾ അവിടെ ചെകയാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ ഈ ചെകയുന്ന നമ്മുടെ ടെൻഡൻസി എന്നുള്ളത് ഏതാണോ, ആ ടെൻഡൻസിയെ ഉപയോഗപ്പെടുത്തി നമ്മളോട് ഭഗവാൻ കാരുണ്യം കാണിക്കുക. അതുകൊണ്ടാണ് അടിപിടി അക്രമം ഇതുപോലത്തെ ഒരു തീമിൽ നിന്നും ഭഗവത്ഗീതയാകുന്ന ദിവ്യ ഉപദേശം ഭഗവാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം നമുക്ക് അങ്ങനെ പറഞ്ഞാലേ നമ്മളെ ശ്രദ്ധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കത്ത് പോലുമില്ല. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ എന്താണ് എന്ന്, ഒരു ബദ്ധജീവാത്മാവിന്റെ ശ്രദ്ധ ഏത് വിഷയത്തിലാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ആ ഒരു ലെവലിൽ വന്ന് നിന്ന് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കി ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ശരിക്കും ബദ്ധജീവാത്മാവിനോടുള്ള കാരുണ്യമാണ് ഭഗവാൻ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അത് നന്നായി അന്നത്തെ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോ നമുക്ക് അടിപിടി അക്രമം ഇതൊക്കെയാണ് ഉള്ളുകൊണ്ട് ഇഷ്ടം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാൾ വന്ന് പറയുകയാണ്, അതേ പറഞ്ഞ ഉദാഹരണമാണ്, ഞാൻ ഇന്നലെ സപ്താഹത്തിന് പോയിരുന്നു, അപ്പോഴും നമ്മൾ പത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അതേ പറഞ്ഞ ഉദാഹരണമാണ്. അപ്പൊ ഞാൻ ഇന്നലെ സപ്താഹത്തിൽ പോയപ്പോ ഞാൻ ഇന്നലെ കുചേല വൃത്താന്തമാണ് സംസാരിച്ചത്. മറ്റേ ആള് അപ്പോഴും പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ഞാന് ഇന്നത്തെ സപ്താഹത്തിന് നല്ല പനീർ കറി ഉണ്ടായിരുന്നു. ഉടനെ ഒരു ശ്രദ്ധ, പനീറോ പൊരിച്ചതാണോ കറിയാണോ, ഇവിടെ ഒരു ശ്രദ്ധ. കാരണം നമുക്ക് ഇഷ്ടം അതൊക്കെയാണ്. അപ്പൊ അതിലൊരു ശ്രദ്ധ വന്നു. അപ്പൊ പത്രം മാറ്റി വെച്ചിട്ട് ഉണ്ടായിരുന്നു അല്ലേ, നല്ല കറിയായിരുന്നോ, കൊള്ളാമായിരുന്നോ, അത് ശരി എന്ന് പറഞ്ഞിട്ട് വീണ്ടും പത്രം വായിക്കാൻ തുടങ്ങി. പക്ഷെ ആ സപ്താഹത്തിന്റെ ഒരു വലിയൊരു അടി നടന്നു. ആണോ? ഉടനെ പേപ്പറൊക്കെ മടക്കി വെച്ചു. എന്തടി, എന്താ വിഷയം, ആരും തമ്മിലാണ്? അത് സപ്താഹം നടന്നുകൊണ്ടിരുന്നപ്പോ വെളിയിൽ കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ശബ്ദം കുറച്ച് വെക്കാൻ പറഞ്ഞപ്പോ അവർ അനുസരിച്ചില്ല. അടിപിടി എന്ന് പറഞ്ഞപ്പോ അത് ആര് എന്തെന്ന് അറിയാം. എന്നാൽ സപ്താഹത്തിൽ എന്തൊക്കെ ചർച്ച ചെയ്തു, ഏതൊക്കെ ഭാഗം വായിച്ചെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നാച്ചുറലി ശ്രദ്ധയില്ല. ആ പത്രം വായിക്കുന്ന വ്യക്തിക്ക് അപ്പൊ ശ്രദ്ധയില്ല. അതുകൊണ്ട് വീണ്ടും പത്രം വായിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അടിപിടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പത്രം മടക്കി വെച്ചിട്ട് അത് ശ്രദ്ധിക്കുകയാണ്. ആരൊക്കെ തമ്മിലാണ് അടിപിടി, എന്താണ് അതിന് കാരണം, എല്ലാം അറിയണം. അപ്പൊ ഈ ഒരു ടെൻഡൻസി മനുഷ്യനുണ്ട് എന്ന് അറിയാവുന്ന ഭഗവാൻ ആ ടെൻഡൻസിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ അടിപിടിയുടെ ഇടയിൽ നിന്നും ദിവ്യമായ ഭഗവത്ഗീത ജ്ഞാനം നമുക്ക് ഇതിന്റെ ഇടയിലൂടെ തരിക. വേദങ്ങൾ പ്യുവർ ഫിലോസഫി മാത്രം പറഞ്ഞുകൊണ്ടപ്പോൾ നമുക്ക് അത്ര മനസ്സിലായില്ല. എന്നാൽ പുരാണങ്ങളിലൂടെ ഉപനിഷത്തിലൂടെ സാരം മാത്രം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ശരി, എന്ത് ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഒരുപാട് വിസ്തരിച്ച് ചർച്ചയൊന്നും വേണ്ട, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല, അത് ഉപനിഷത്തിലൂടെ ഭഗവാൻ നമുക്ക് തന്നു. എന്നാൽ അതും നമുക്ക് മനസ്സിലാവാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് ഒരു ഗുണപാഠ കഥകളിലൂടെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചു തന്നു. ഗുണപാഠ കഥകളിലൂടെ അപ്പൊ നമുക്ക് ആ കഥയിൽ ശ്രദ്ധിച്ചിരുന്നിട്ട് അതിനകത്തുള്ള ഗുണപാഠം പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി എന്താണ് സംഭവം എന്ന് മനസ്സിലായി. അപ്പൊ അതാണ് ഈ ഗുണപാഠ കഥകൾ കേട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കഥയായിരിക്കണം, നമ്മുടെ ഇഷ്ടമുള്ള വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കഥയായിരിക്കണം. അത് അടിപിടി അക്രമം ഇതൊക്കെയാണ്. അത് ശ്രദ്ധിച്ചിരുന്നപ്പോൾ നമുക്ക് അതിലെ തത്വവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിഹാസങ്ങളിലൂടെ കഥയിലൂടെ നമുക്ക് കാര്യങ്ങൾ ഭഗവാൻ കാണിച്ചു തന്നു. ഇതിഹാസം മൊത്തം 2 ഉണ്ട്, ഒന്ന് മഹാഭാരതം ഒന്ന് രാമായണം. മഹാഭാരതം എന്ന് പറയുന്നത് മണ്ണിന് വേണ്ടിയുള്ള അടിയാണ്.
രാമായണം എന്ന് പറയുന്നത് പെണ്ണിന് വേണ്ടിയുള്ള അടിയാണ്. ഈ രണ്ടുമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം നമ്മൾ നോക്കുമ്പോൾ മണ്ണിന് വേണ്ടിയാണ് കോടതിയിൽ ആൾക്കാർ കയറി ഇറങ്ങുന്നത്. അതേപോലെ ഒട്ടുമുക്കാൽ ക്രൈമും വരുന്നത് സ്ത്രീ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഒരു ബദ്ധജീവാത്മാവിനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ ആ തീമിലൂടെ തന്നെ കഥ പറഞ്ഞ് നമുക്ക് തരേണ്ട എന്തും കൂടെ തരുന്നുണ്ട്, ദിവ്യജ്ഞാനവും കൂടെ തരുന്നു. ഉദാഹരണത്തിന് പ്യുവർ ചുമയുടെ മരുന്നും കഴിക്കാൻ വിസമ്മതിക്കുന്ന ഒരു മക്കളെ ഒരു സ്വീറ്റിന്റെ ഇടയിൽ ആ ചുമയുടെ മരുന്ന് ഒളിപ്പിച്ച് കശക്കുന്ന ചുമ മരുന്ന് നല്ല സ്വീറ്റിന്റെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ച് കൊടുത്ത് കഴിപ്പിക്കുന്ന പാരന്റ്സിനെ പോലെ വിദഗ്ധനാണ് ഭഗവാൻ. നമ്മളാകുന്ന ബദ്ധജീവാത്മാവ് ഭഗവാന്റെ മക്കളാണല്ലോ. അഹം ബീജപ്രദപിത എന്നല്ലേ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. ഈ മക്കൾക്ക് ദിവ്യമായ ജ്ഞാനം കൊടുക്കണം, എങ്കിലേ ഈ അസുഖം മാറത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ നമുക്ക് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന കഥയുടെ തീമോടുകൂടി അതിൽ കുറച്ച് ദിവ്യമായ ജ്ഞാനവും കൂടെ കലർത്തി നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് പുരാണങ്ങളും ഇതിഹാസങ്ങളും എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ ബോധമണ്ഡലത്തിൽ എന്ത് കഥകൾ പറഞ്ഞാലാണോ മനസ്സിലാവുന്നത്, ഏത് ഭാഷ സംസാരിച്ചാലാണോ നമുക്ക് രസം എന്ന് മനസ്സിലാക്കി അതേ നാണയത്തിൽ അതേ ഉദാഹരണ സഹിതം നമ്മളിൽ ഒരാളായി പറഞ്ഞു തരാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പുരാണങ്ങളെ മൊത്തം 6, 6, 6 എന്നിങ്ങനെ 3ആയി തിരിച്ചിരിക്കുന്നത്. രജോ ഗുണത്തിൽ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങളും കഥകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദാഹരണങ്ങളും ഭാഷയും ഉൾപ്പെടുത്തിയിട്ടുള്ള 6 പുരാണങ്ങൾ രജോ ഗുണമുള്ളവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എഴുതപ്പെട്ട പുരാണങ്ങളാണ്. അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലും അവർക്ക് മനസ്സിലാവുന്ന ഉദാഹരണം ചേർത്ത് എഴുതപ്പെട്ട പുരാണങ്ങളാണ് 6 രജോ ഗുണ പുരാണം. മറ്റൊരു 6 പുരാണങ്ങൾ ഏറ്റവും ഡീഗ്രേഡ് ആയിട്ടുള്ള തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഉദാഹരണ സഹിതം അവർക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ സഹിതം വ്യക്തമാക്കിയ 6 പുരാണങ്ങളുണ്ട്. തമോ ഗുണത്തിലുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതപ്പെട്ട 6 പുരാണം. എന്നാൽ സാത്വിക ഗുണത്തിലുള്ളവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതപ്പെട്ട വീണ്ടും 6 പുരാണങ്ങൾ ഉണ്ട്. അതിൽ ശുദ്ധ സാത്വിക നിലവാരത്തിലുള്ളതാണ് ശ്രീമദ് ഭാഗവതം. അത് അമല പുരാണം എന്ന് പറയുന്നു. അതിൽ ഭൗതികമായ യാതൊരു ടച്ചും അതിനകത്ത് ഉണ്ടായിട്ടില്ല. അതാണ് നമ്മൾ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന, നമ്മൾ ഡെയിലി 8 മണിക്ക് ചർച്ച ചെയ്യുന്ന ശ്രീമദ് ഭാഗവതം. അപ്പൊ ഇതിലെല്ലാം ഭഗവാൻ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മുടെ നിലവാരത്തിലെ അനുസരിച്ച് താഴെ ഇറങ്ങി വന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ഉയർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ വലിയ കാര്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജീവാത്മാവിന് ഉണ്ടാവുന്ന 2 ദോഷങ്ങൾ എന്ന് പറയുന്നത് ഞാൻ എന്നും എൻ്റെ എന്നുമുള്ള മനോഭാവമാണ്. ഇതാണ് ബദ്ധജീവാത്മാവിന്റെ ഏറ്റവും വലിയ ദോഷം. ഞാൻ എന്നും എന്റേതെന്നുമുള്ള ഭാവം. യഥാർത്ഥത്തിൽ ഞാൻ എന്നും എൻ്റെ എന്നും പറയുന്നത് തെറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ ഞാൻ എന്ന് ഞാൻ പറയുന്നത് എന്നെ അല്ല. അതാണ് പ്രശ്നം. എന്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ എന്റേതുമല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ഞാനെന്നും എന്റേതെന്ന് പറയുന്നത് തെറ്റല്ല. ഇവിടെ അഹങ്കാരമാവാം, എന്നാൽ മിഥ്യാഹങ്കാരമാണ് ഉള്ളത്. ഇതിനെയാണ് ഭഗവാൻ തിരുത്താൻ ശ്രമിക്കുന്നത്. അഹങ്കാരം നല്ലതാണ്, ഉള്ളതിനെ ഉള്ളതുപോലെ മനസ്സിലാക്കി വെക്കുന്നത് അഹങ്കാരമാണ്, അത് ആവാം. എന്നാൽ ഭഗവാൻ നമ്മളിലുള്ള വിദ്യാഹങ്കാരത്തിനെ മാറ്റാൻ എന്ത് വഴി എന്നാണ് വിഷമിച്ച് ആഗ്രഹിച്ച് നമുക്ക് ഈ ദിവ്യകരണങ്ങൾ തന്നിരിക്കുന്നത്. മിഥ്യാഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഈ ശരീരത്തിനെയാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ശരീരമല്ല. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ഞാൻ, ഈ ശരീരമാണ് ഞാനെന്ന്. അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ ആ ശരീരം നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോകും. ആ പോകുന്ന ആളാണ് നമ്മൾ. ഇത് മനസ്സിലാക്കിപ്പിക്കാനാണ് ഭഗവാൻ നമുക്ക് ഇത്രയും ദിവ്യശസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഞാനാണ് ഈ ശരീരം. എന്റേത് എന്ന് നമ്മൾ വിശ്വസിച്ച് വച്ചിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ശരീര സംബന്ധിയായ ബന്ധങ്ങളെയാണ്. ശരീരമേ നമ്മളല്ല ആവുമ്പോൾ ശരീരമായിട്ട് ബന്ധപ്പെട്ടുള്ളത് നമ്മുടെ ഇത് എങ്ങനെയാകും? ഇതാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പൊ അത് എന്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എന്റേതല്ല. അത് നമ്മളെ ബോധ്യപ്പെടുത്താനാണ് ഭഗവാൻ ഈ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഈ ശരീരത്തിനെ കുറിച്ചും എന്റേത് എന്ന് ഞാൻ അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ ബന്ധങ്ങൾ, ഈ ശരീരത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ,
ഈ ശരീരം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമ്പത്ത്, ഈ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദവികൾ, ഇതൊക്കെയാണ് ഞാൻ എന്റേത് എന്നുള്ള വാക്കുകൊണ്ട് ഞാൻ എന്റേതാണെന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ശരീരമേ നമ്മളല്ലെങ്കിൽ പിന്നെ ഈ ശരീര സംബന്ധിയായ ഇത് നമ്മുടേത് എങ്ങനെയാകും? അപ്പോ നമുക്ക് അഹങ്കാരമല്ല ഉള്ളത്, മിഥ്യയായ അഹങ്കാരമാണ്. എന്റേതല്ലാത്തതിനെ എന്റേതെന്നും ഞാനല്ലാത്തതിനെ ഞാനെന്നും വിചാരിക്കുന്ന ഈ അഹങ്കാരത്തിനെയാണ് മിഥ്യയായ അഹങ്കാരം എന്ന് പറയുന്നത്. അത് സൂക്ഷ്മ ശരീരത്തിലെ വൺ ഓഫ് ദ കമ്പോണന്റ് ആണ്. സ്ഥൂല ശരീരമാണ് ഈ പഞ്ചഭൂതങ്ങൾ അടങ്ങിയ നമ്മുടെ ഈ ശരീരം. എന്നാൽ അത് നമ്മുടെ ആത്മാവിനെ കവർ ചെയ്തിരിക്കും. ആത്മാവിനെ കവർ ചെയ്ത് മറ്റൊരു ശരീരം കൂടിയുണ്ട്, അത് സ്ഥൂല ശരീരമാണ്. അത് ഉണ്ടാക്കി സൂക്ഷ്മ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. ഭൂമി, അഗ്നി, വായു, ജലം, ആകാശം. ഇത് നമ്മൾ ശരീരം ഉപേക്ഷിക്കുമ്പോൾ, മരിക്കുമ്പോൾ ഈ സ്ഥൂല ശരീരം ഈ 5 ഭൂതങ്ങളുമായിട്ട് മിക്സായി പോകും, വിഘടിച്ചു പോകും. എന്നാൽ ആത്മാവിനെ ചുറ്റി വീണ്ടും ഒരു ശരീരം ഉണ്ടാവും, അത് സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരം ഉപേക്ഷിക്കാൻ അറിഞ്ഞൂടാത്തവർക്കെല്ലാം മറ്റൊരു ജന്മം വീണ്ടും ഒരു സ്ഥൂല ശരീരം എടുക്കേണ്ടതുണ്ട്. അപ്പൊ ആ സൂക്ഷ്മ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന കമ്പോണന്റ് എന്ന് പറയുന്നത് മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരമാണ്. നമ്മൾ ഈ മനസ്സല്ല, നമ്മൾ ഈ ബുദ്ധിയല്ല, നമ്മൾ വിദ്യാഹങ്കാരവുമല്ല. ആ കവറിന്റെ അകത്തിരിക്കുന്ന ആത്മാവാണ് നമ്മൾ. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അല്ല, നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബുദ്ധിയാണ് നമ്മളെന്ന് വിചാരിക്കും. അല്ല, നമുക്ക് ഇല്ലാത്തതിനെ നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നത് മിഥ്യാഹങ്കാരമാണ്, ശരിയായ അഹങ്കാരമാണ്. ഈ മൂന്നിനെയും നമുക്ക് മനസ്സിലാക്കിപ്പിക്കി തരുവാനാണ് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീത, ഭാഗവത് ഇത്യാദി ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. നമ്മൾ മനസ്സുകൊണ്ട് എന്തെല്ലാം ആഗ്രഹം മിച്ചം വെച്ച് മരിക്കുന്നുവോ ആ ആഗ്രഹ സംതൃപ്തിക്ക് ഉതകുന്ന രീതിയിലുള്ള മറ്റൊരു സ്ഥൂല ശരീരം നമുക്ക് എടുക്കാൻ നമ്മൾ പ്രേരിതനാകും. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, മറ്റൊരു സ്ഥൂല ശരീരം കിട്ടാതെ യഥാർത്ഥ ആനന്ദത്തിലേക്ക് വരുവാൻ വേണ്ടിയുള്ള ആത്മീയ ശരീരം കിട്ടണമെങ്കിൽ മനസ്സിനെ ശുദ്ധമാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഈയമ്പാറ്റകൾ തീയിലേക്ക് ഓടിയെത്തുന്ന വേഗത്തിൽ നമ്മൾ മരണത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജന്മം. മരണം സംഭവിക്കുമ്പോൾ ജനനവും സംഭവിക്കും. കാരണം മരണസമയത്ത് നമുക്ക് സ്ഥൂല ശരീരം ഉപേക്ഷിക്കാനുള്ള വിദ്യ മാത്രമേ പഠിച്ചിട്ട് മരിക്കുന്നുള്ളൂ. സൂക്ഷ്മ ശരീരവും കൂടെ ഉപേക്ഷിക്കാനുള്ള വിദ്യ നമ്മൾ പഠിക്കാത്തത് കൊണ്ട്, ആ സ്ഥൂല ശരീരം ആത്മാവിനെ കവർ ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആ ആത്മാവിനെ ചുറ്റും ഇരിക്കുന്ന ഈ സ്ഥൂല ശരീരത്തിലുള്ള മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ചുള്ള മറ്റൊരു ശരീരം എടുക്കാൻ നമ്മൾ പ്രേരിതനാണ്. അങ്ങനെ വീണ്ടും വീണ്ടും മരിക്കുകയും വീണ്ടും വീണ്ടും ജനിക്കുകയും ചെയ്യും. ഇതിൽ നിന്നും ഒരു വിടുതൽ എപ്പോഴാണ് ഉണ്ടാവുന്നത് ചോദിച്ചാൽ അതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പരമപുരുഷനായ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നമ്മൾ സമ്പാദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മാലിന്യം അകന്ന് മനസ്സ് പ്യൂരിഫൈഡ് ആവും. നമ്മുടെ ബുദ്ധി വീണ്ടും വീണ്ടും വിനാശകാലെ വിപരീത ബുദ്ധി, അതാണ് വാക്ക്, വിനാശകാലെ വിപരീത ബുദ്ധി. നമുക്ക് നന്മയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിനാശകാലെ വിപരീത ബുദ്ധി മാറണമെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിന്റെ കണ്ണുകളോടുകൂടി ഈ ലോകത്തിനെ നോക്കിക്കാണും. അതാണ് യഥാർത്ഥ ബുദ്ധി. ബുദ്ധിമാൻ ശാസ്ത്രദൃഷ്ടിയോടുകൂടി ലോകത്തിനെ നോക്കിക്കാണും, അവൻ ബുദ്ധിമാനാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താണ് സഞ്ജയൻ പറയുകയാണ്, കൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള ഈ പാവനമായ സംഭാഷണം ആരാണോ പഠിച്ചറിയുന്നത് അവർ ബുദ്ധി കൊണ്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബുദ്ധി കൊണ്ട് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ, ബുദ്ധിയെ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുത്തണമെങ്കിൽ ബുദ്ധിയെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ കഴിയും. ഈ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മിഥ്യാഹങ്കാരം മാറി നമ്മുടെ ശരിയായ അഹങ്കാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ശരിയായ അഹങ്കാരം എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് മിഥ്യാഹങ്കാരമാണ്. എന്നാൽ ഉള്ളതിനെ ഉള്ളതുപോലെ ചിന്തിക്കുന്നതിന് തടസ്സമില്ല, അത് ശരിയായ അഹങ്കാരമാണ്. അഹങ്കാരത്തിന് ഭഗവാൻ സപ്പോർട്ടാണ്. മിഥ്യാഹങ്കാരത്തിനാണ് ഭഗവാൻ എതിർപ്പ് പറയുന്നത്. ശരിയായ അഹങ്കാരം എന്ന് പറയുന്നത് ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ജീവന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ എന്നേക്കുമുള്ള ദാസൻ എന്നുള്ള പരിപാടിയാണ്, പ്രവർത്തനമാണ്, സേവനമാണ്. ഇതാണ് യഥാർത്ഥ സ്വരൂപം. ഇത് തിരിച്ചറിഞ്ഞ് ഞാൻ ദാസനാണ്,
ഭഗവാൻ യജമാനനാണ്, ഞാൻ അദ്ദേഹത്തിന്റെ നിത്യവും സേവ ചെയ്യുന്ന ദാസനാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ശരിയായ അഹങ്കാരത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സൂക്ഷ്മ ശരീരത്തിനെ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിടുക എന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തന്നതിലൂടെ ഭഗവാൻ നമ്മളെ കാരുണ്യം കാണിച്ച് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സൂക്ഷ്മ ശരീരത്തിലുള്ള മനസ്സിനെ നമുക്ക് എങ്ങനെ ശുദ്ധി പ്രാപിക്കാം എന്ന് ശാസ്ത്രത്തിൽ എങ്ങനെ പറയുന്നു? മന്മനാഭവ മത് ഭക്തോ, മനസ്സുകൊണ്ട് നീ എൻ്റെ ഭക്തനാവുക, മന്ത്രജപം ചെയ്യുക. മാ എന്ന് പറഞ്ഞാൽ മനസ്സ്, ദ്രം എന്ന് പറഞ്ഞാൽ ത്രണനം ചെയ്യുക, ഉയർത്തെടുക്കുക. മനസ്സിനെ ത്രണനം ചെയ്യുന്ന പരിപാടിയാണ് മന്ത്രജപം. എപ്പോഴും മനസ്സിനെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്തുക, ഭഗവാന്റെ സ്മരണയിൽ മനസ്സിനെ ഏർപ്പെടുത്തുക. ഇതാണ് മനുഷ്യനെ ശുദ്ധീകരിക്കേണ്ട പരിപാടി, പ്രവർത്തന പദ്ധതി. ഇന്റലിജന്റ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ചരിതങ്ങൾ. ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് എന്താണ്? ഹരിചര്യാനുവർണ്ണനം. ഹരിചര്യാനുവർണ്ണനം, ഹരിയുടെ ചരിതങ്ങൾ വർണ്ണിക്കുക. അപ്പൊ നമ്മുടെ ഇന്റലിജന്റ് ശുദ്ധമായി. ഇന്റലിജന്റ് ശുദ്ധമാവാൻ ഏറ്റവും നല്ലത് ഹരിചരണം വർണ്ണനയാണ്. ഇപ്പോ വേറെ ലോകത്ത് പോണം, പൊയ്ക്കോളൂ. അതിന് പോവാനുള്ള വഴി ഈസി ജേർണി ടു അതർ പ്ലാനറ്റ് എന്നുള്ള പ്രഭുവാന്റെ പുസ്തകം വായിച്ചോളൂ. ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഊഹാപോഹങ്ങൾ ചെയ്യലല്ല. ഈസി ജേർണി ടു അതർ പ്ലാനറ്റ്സ് എന്നുള്ള പുസ്തകം ശ്രീല പ്രഭുപാദർ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ നോട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും ബുദ്ധിമാനായ വ്യക്തി ആ പുസ്തകം വായിച്ചിട്ട് ഈ ലോകത്തിൽ നിങ്ങൾ റിസർച്ച് നടത്തിക്കോളൂ ശാസ്ത്രജ്ഞന്മാരെ. ഈ പുസ്തകം മടക്കി വെച്ചിട്ട് നിങ്ങൾ ഏത് ലോകത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്? ഇത്രയും നല്ല എളുപ്പത്തിൽ ഒരു റിസർച്ച് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് പ്രഭുപാദ് നമുക്ക് ഇത് തന്നിട്ട് പോയിരിക്കുന്നു. അപ്പൊ അത് നോക്കി ഒരിക്കൽ പോലും മറച്ചു നോക്കാതെ എന്ത് റിസർച്ചാണ് നിങ്ങൾ ചെയ്യുന്നത് ഈസി ജേർണി ടു അതർ പ്ലാനറ്റിലേക്ക്? അപ്പൊ നിങ്ങൾ വിഡ്ഢികളല്ലേ? ഈ പുസ്തകങ്ങളൊന്നും വായിക്കാതെ ഉള്ള റിസർച്ച്, നിങ്ങൾ എന്ത് ഇന്റലിജന്റ് ഉള്ള ആൾക്കാരാണ്? ഇന്റലിജന്റ് ഇല്ലാത്ത ആൾക്കാരല്ലേ റെഡിമെയ്ഡ് റിസർച്ച് വർക്ക് നോക്കാതെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുന്നത്? ഇവിടെ റെഡിമെയ്ഡ് റിസർച്ച് വർക്ക് ആൾറെഡി ഉണ്ടല്ലോ. ശ്രീല പ്രഭുപാദർ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഈസി ജേർണി ടു അതർ പ്ലാനറ്റ്സ് എന്നല്ല. ആ പുസ്തകം വായിക്കാതെ ഏത് ജേർണിയാണ് നിങ്ങൾ അതർ പ്ലാനറ്റിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അപ്പോ ഏറ്റവും ബുദ്ധിയുള്ള വ്യക്തികൾ ആദ്യം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതാണ് ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ ആദ്യം ചെയ്യണം. ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കാർ അതാണ് ആദ്യം ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വിദ്യാഹങ്കാരം മാറിക്കോളും, നമ്മൾ ശരിയായ അഹങ്കാരത്തിലേക്ക് വരും. ഐസക് ന്യൂട്ടൺ അതാണ് പറഞ്ഞത്, ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തി ഉണ്ട്. തീർച്ചയായും ഒരു ക്രിയേറ്റർ ഈ ലോകത്തിന്റെ പുറകെ ഉണ്ട് എന്ന് ഐസക് ന്യൂട്ടൺ റിസർച്ച് വർക്ക് നടത്തി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു ദൈവവിശ്വാസിയായിരുന്നു. ദൈവവിശ്വാസി ആവാൻ കാരണം ഈ ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു നാഥനുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ റിസർച്ച് വർക്കിലൂടെ, ഈ സയന്റിഫിക് സ്റ്റഡിയിലൂടെ അദ്ദേഹത്തിന് മനസ്സിലാക്കിയിട്ട് നമ്മളോട് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ഭൗതികത പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുമുണ്ട്. കാരണം നമ്മുടെ യഥാർത്ഥ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വി ആർ നോട്ട് ക്രിയേറ്റർ, വി ആർ നോട്ട് കൺട്രോളർ. there is a controller, there is a creator. അത് നമ്മളല്ല, അത് ആത്മാവല്ല, അത് പരമാത്മാവാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ പരമാത്മാവിനെ സേവിക്കലാണ് യഥാർത്ഥ ആത്മാവിന്റെ ജോലി എന്നും കൂടെ അദ്ദേഹം നമ്മളെ തീർച്ചയായിട്ടും അദ്ദേഹം മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞു. അപ്പോ ഏറ്റവും നല്ല ശാസ്ത്രജ്ഞൻ ഭഗവാന്റെ പരമോന്നത പദവിയെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീമദ് ഭാഗവതം പഠിക്കുന്നതിലൂടെ നമ്മൾ ആ ഒരു അഭിപ്രായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒരു റിസർച്ച് സയന്റിസ്റ്റ് ആണ്, സംശയമെന്ത്? അങ്ങനെ നമ്മളെ വളരെ പെട്ടെന്ന് ആ ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മിഥ്യാഹങ്കാരം മാറി നമ്മൾ ശരിയായ അഹങ്കാരത്തിലേക്ക് എത്തും. അങ്ങനെ നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരത്തിനെ ശുദ്ധിപ്പെടുത്തിയെടുത്താൽ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളെ സഹായിക്കും. അങ്ങനെയുള്ള ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അടുത്ത ലെവൽ ആക്ടിവിറ്റി എന്തെന്ന് ചോദിച്ചാൽ ഹരിചര്യാനു വർണ്ണനം. ആക്ടിവിറ്റീസ് ഉണ്ട്, നമ്മൾ വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ എത്താൻ നമുക്ക് കഴിയണമെങ്കിൽ എന്താണ് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മളിലൂടെ
ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അനുസരിച്ചുള്ള ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കാത്തവർക്ക് വിനാശകാലെ വിപരീത ബുദ്ധി. ആത്യന്തികമായി മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന അമ്മ തന്നെ ആത്യന്തികമായി അവർക്ക് നോൺ വെജിറ്റേറിയൻ ആഹാരം കഴിപ്പിച്ച് അവരുടെ ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാതെയാണ് നമ്മൾ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ എത്ര നല്ല പ്രവർത്തനം നമ്മൾ ചെയ്താലും അതിന്റെ റിസൾട്ട് മനോവ്യതകളും ഉത്കണ്ഠകളുമായി മാറും. കാരണം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാതെ നമ്മൾ ചെയ്യുന്നത് പോലെയാണ്. ഈസി ജേണി ടു അതർ പ്ലാനറ്റ്സിനെ കുറിച്ച് പഠിക്കാതെ ശാസ്ത്രജ്ഞന്മാർ റിസർച്ച് വർക്ക് ചെയ്ത് ഓരോ ഉദ്യമം ചെയ്യുമ്പോഴും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും സമയവും വേസ്റ്റായി പോകുന്നത് പോലെയാണത്. അതുകൊണ്ട് ബുദ്ധിമാൻ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് ജീവിതം ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ആദ്യത്തെ 25 വർഷം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കാൻ നമ്മൾ ബ്രഹ്മചാരിയായി ഇരുന്ന് വളരെ സീരിയസ് സ്റ്റഡി നടത്തേണ്ടത് ഉണ്ട് എന്ന് നമ്മളെ ബോധ്യവാനാക്കുന്നു. എങ്ങനെയാണോ നമ്മൾ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ തിയറി ആയിട്ട് 25 വർഷം ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പഠിച്ചത്, അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് മറ്റൊരു 25 വർഷമായ ഗൃഹസ്ഥാശ്രമത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ 25 50 വർഷം പ്രായമാകുമ്പോൾ നമ്മൾ പൂർണ്ണ ശരണാഗതിക്ക് വേണ്ടി പരമദിവ്യോത്തമ പുരുഷനെ കൂടുതൽ സേവിക്കുവാൻ വേണ്ടി നമ്മുടെ മനുഷ്യജന്മത്തിന്റെ ഇനിയുള്ള വിലപ്പെട്ട വർഷങ്ങൾ മാറ്റിവെക്കാൻ വേണ്ടി മാക്സിമം ഭൗതികമായ ആക്ടിവിറ്റികൾ കുറച്ചുകൊണ്ടുവരുന്ന പ്രതിഭാസത്തിനെയാണ് വാനപ്രസ്ഥം എന്ന് പറയുന്നത്. എന്നാൽ വാനപ്രസ്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ബാക്കി എല്ലാം എന്തായിക്കോട്ടെ, സമയം നമ്മൾ കൃഷ്ണന്റെ സേവനത്തിന് വേണ്ടി ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾക്ക് വേണ്ടി മാത്രമേ ചെലവാക്കൂ എന്നുള്ള തീരുമാനമാണ് വാനപ്രസ്ഥത്തിലൂടെ അടുത്ത 25 വർഷമായ 75 വയസ്സ് വരെ നമ്മൾ ചെയ്യുന്നത്. 75 വയസ്സിന് ശേഷം പ്രകൃതി നമ്മുടെ കയ്യിൽ നിന്നും ബലം പ്രയോഗിച്ച് ശരീരത്തിനെ അടക്കം ഞാൻ എന്ന് നമ്മൾ മിഥ്യയായി മനസ്സിലാക്കി വെച്ച ഈ ശരീരത്തിനെ എടുത്തുകൊണ്ട് പോവാൻ ശ്രമിക്കുമ്പോൾ എന്റേതെന്ന് നമ്മൾ ഇത്രയും കാലം വിചാരിച്ച ബന്ധങ്ങളെയും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ എന്റേതെന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ, പദവികൾ ഇവയെല്ലാം അപഹരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി മൃത്യു വരുമ്പോൾ ബലം പ്രയോഗിച്ച് എനിക്കിത് വേണം എന്ന് തിരിച്ചു വലിക്കാതെ മനസ്സാലെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മൾ ഉയരുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. പ്രകൃതി ബലം പ്രയോഗിച്ച് നമുക്കുള്ളതെല്ലാം അപഹരിച്ചുകൊണ്ട് പോകുമ്പോൾ അത് മനസ്സാലെ വിട്ടുകൊടുക്കാൻ തയ്യാറായ ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് സന്യാസം എന്ന് പറയുന്നത്. അപ്പോ ഈ രീതിയിൽ പരിപൂർണമായ ഒരു ജീവിതം, അങ്ങനെ മരിക്കുന്ന സമയത്ത് ഭഗവാൻ പരമദിവ്യ ഉത്തമ പുരുഷനെ കുറിച്ച് സ്മരണയിൽ 2 കൈ 2 കാല് രൂപമുള്ള ഓടക്കുഴൽ എന്തിയ ശ്രീകൃഷ്ണ രൂപത്തിനെ സ്മരിച്ചുകൊണ്ട് മരിക്കുക എന്നുള്ള ഒരു മഹാസൗഭാഗ്യം കിട്ടുമ്പോൾ ആ മനുഷ്യന്റെ ജീവിതം പരിപൂർണമായി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എത്തുവാൻ വേണ്ടി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തുടങ്ങി വളരെ ഡീപ്പായിട്ടുള്ള ഫിലോസഫിക്കൽ അണ്ടർസ്റ്റാൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് കുരുക്ഷേത്ര യുദ്ധകളത്തിൽ അടിപിടിയിൽ അദ്ദേഹം നമുക്ക് ഉപദേശം തുടങ്ങിയത്. എന്നാൽ ഭഗവത്ഗീത ഏറ്റവും അവസാനിക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കി പരിപൂർണ ശരണാഗതിയിൽ അടയുന്ന രീതിയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടാണ്. എന്നാൽ നമുക്ക് ആക്ടിവിറ്റി ആ സമയത്തും ഇല്ലാതാകുന്നില്ല. അവിടെ ഭഗവത്ഗീത അവസാനിക്കുന്ന ശ്ലോകം എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധരഹ, അവരവരുടെ ഡ്യൂട്ടി ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നാൽ ആ ഡ്യൂട്ടി ചെയ്യേണ്ടത് കൃഷ്ണ സ്മരണയോടുകൂടിയാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഭഗവത്ഗീത അവസാനിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ഐശ്വര്യം, അസാധാരണ ശക്തി, വിജയം, നീതി ഇവയൊക്കെ കിട്ടുമെന്നും പറയും. അപ്പൊ ആക്ടിവിറ്റി അവിടെയും അവസാനിക്കുന്നില്ല, ആക്ടിവിറ്റി എന്നുമുണ്ട്. മുക്തിക്ക് ശേഷവും ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ ആ ആക്ടിവിറ്റി, മുക്തിക്ക് ശേഷം ചെയ്യേണ്ട ആക്ടിവിറ്റി ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ നമുക്ക് കഴിയും. അപ്പോൾ മുക്തിക്ക് ശേഷം മാത്രമല്ല ആനന്ദം, ഈ ശരീരത്തിൽ ഇരിക്കുമ്പോഴും നമുക്ക് ആനന്ദം ഭഗവത് സേവനം ചെയ്യുന്നതോടുകൂടി കിട്ടും എന്നാണ് ശ്രീല പ്രഭുപാദരും വലിയ വലിയ ആധ്യാത്മിക ആചാര്യന്മാരും ശാസ്ത്രം കോട്ട് ചെയ്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഭക്തിയുക്ത ഭഗവത് സേവനം പ്രാക്ടീസ് ചെയ്ത് ആനന്ദിക്കാം. ഭക്തന്മാർക്കെതിരെ
അഭക്തന്മാര് പറയുന്ന വാക്കുകൾ എന്തെന്നാൽ, നിങ്ങൾ ഈ ജന്മത്തിൽ എല്ലാ സുഖവും ത്യജിക്കുന്നു, മറ്റൊരു ജന്മത്തിൽ സന്തോഷിക്കാൻ വേണ്ടി അല്ല. ഭഗവത്ഗീതയിൽ പറയുന്നത്, ഭാഗവത്തിൽ പറയുന്നത്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏതോ ഒരു ജന്മത്തിലല്ല നമ്മൾ സന്തോഷിക്കുന്നത്, ഈ ജന്മത്തിലും നമ്മൾ ആനന്ദം അനുഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഹയർ ടേസ്റ്റ് കിട്ടുമ്പോൾ ലോവർ ടേസ്റ്റ് വേണ്ടെന്ന് വെക്കുക മാത്രമേ ഭക്തന്മാർ ചെയ്യുന്നു. എന്നാൽ ഈ കർമ്മികൾക്ക് ഹയർ ടേസ്റ്റ് കിട്ടാത്തത് കൊണ്ട് അവരുടെ ലോവർ ടേസ്റ്റിനെ ശരിയായ ടേസ്റ്റ് ആണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എത്ര തന്നെ പ്ലാൻ ചെയ്താലും അവർക്ക് എന്ത് കിട്ടുന്നു? മനോവ്യതകളും ഉത്കണ്ഠകളും മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം അവർ ഭഗവാനിലേക്ക് തിരിയാത്തത് കൊണ്ട് എന്നാണ് ഇന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. പകരം ഭക്തന്മാർക്ക് ഹരികഥാ വർണ്ണനത്തിൽ അവർ ജീവിതം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർക്ക് ഈ ജന്മത്തിൽ തന്നെ ആനന്ദവും സന്തോഷവും കിട്ടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഭഗവാന്റെ കൃപയാൽ നമ്മൾ ഈ ഭഗവത്ഗീത ക്ലാസ് ശ്രീമദ് ഭാഗവതം ക്ലാസ് ഡെയിലി രാവിലെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടുന്നതിന്റെ ഉദ്ദേശം ഈ ഹരികഥ വർണ്ണനത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട സമയത്തിൽ ഒരു സിംഹഭാഗം മാറ്റിവെക്കാൻ വേണ്ടിയാണ്. ഭഗവത്ഗീത രാവിലെ തന്നെ നമ്മൾ ചർച്ച ചെയ്താലുള്ള ഗുണം, ഭാഗവതം ചർച്ച ചെയ്താലുള്ള ഗുണം, ഇനിയുള്ള ഈ ഒരു ദിവസം മുഴുവൻ നമ്മൾ രാവിലെ ചർച്ച ചെയ്ത വിഷയത്തിനെ കുറിച്ച് നമ്മൾ മനനം ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഗുണം. അതുകൊണ്ട് ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഭക്തിയുത ഭഗവത് സേവനത്തിൽ വന്നാലുള്ള ഗുണം ഒന്നിനു ശേഷം വരുന്ന 0 പോലെ അത് 10ആയും 100ആയും 1000ആയും നമുക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ജീവിതത്തിന്റെ തുടക്കത്തിൽ, ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ രാവിലെ ഹരികഥാ വർണ്ണനം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ഫലം ആ ഒരു ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. 2 കാര്യം കൂടെ നമ്മൾ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ന് മാതാജി, ലക്ഷ്മി മാതാജി ഒരു മനോഹരമായ ഒരു ശ്ലോകം ഇട്ടിട്ടുണ്ട്, നമുക്ക് നോക്കാം. മാതാജി ശ്ലോകങ്ങൾ കോട്ടയാൻ അതിവിദഗ്ധയാണ്. മാതാജി വളരെ സീരിയസ് ആയിട്ട് ഭാഗവതം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശ്രീമദ് ഭാഗവതം 10:14-58 മാതാജി ഇന്ന് ശ്ലോകം ശ്രീമദ് ഭാഗവതം കോട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ അത് ഭക്തന്മാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി വായിക്കാം. ഫോർ വൺ ഹു ഹാസ് ടേക്കൻ ഷെൽട്ടർ ഓഫ് ലോട്ടസ് ഫീറ്റ് ഓഫ് ലോർഡ്. ആരാണോ ഭഗവാൻ പരമദിവ്യത്വ പുരുഷന്റെ പാദകമലങ്ങളിൽ അഭയം പ്രാപിക്കുന്നത്, എവരിതിങ് ബിക്കംസ് ഈസിയർ, എല്ലാം എളുപ്പമായി മാറും. ഇൻഡീഡ്, എന്നാൽ ഈവൻ ക്രോസിംഗ് ദ ഗ്രേറ്റ് ഓഷൻ ഓഫ് നിസൻസ്, ബ്രഹ്മ ബുദ്ധി, ഈസ് എക്സാക്ട്ലി ലൈക്ക് ക്രോസിംഗ് ദ ഹാഫ് പ്രിന്റ് ക്രിയേറ്റഡ് ബൈ എ കാഫ്, വത്സ പാദം. അങ്ങനെ ഉള്ള ഭക്തന് ഈ ലോകത്തിലുള്ള ഈ വിഷയങ്ങൾ, ഭൗതിക സാഗരം കടക്കുക എന്നുള്ളത് ഒരു കുളമ്പിലുള്ള ആ ഒരു വെള്ളം ചാടി കടക്കുന്നത് പോലെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും ഭൗതിക സാഗരം. ഫോർ സച്ച് എ ഡിവോട്ടി there is no question of remaining in a place where every step is dangerous. അങ്ങനെയുള്ള ഒരു ഭക്തന് പദം പ്രതിപദം, ഓരോ പദവും ഭൗതിക ലോകത്തിൽ ദുരിതപൂർണമാണ്, ദുഃഖപൂർണമാണ് എന്നുള്ളത് ബാധിക്കത്തില്ല. മനോഹരമായ ശ്ലോകം 10:14-58 ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു ശ്ലോകമാണ് മാതാജി കോട്ട് ചെയ്തത്. വളരെ നന്ദി മാതാജി. അതുകൊണ്ട് ഭക്തിയുത ഭഗവത് സേവനത്തിൽ വരുന്ന വ്യക്തികൾക്ക് ഈ ജന്മത്തിൽ ആനന്ദം അനുഭവിക്കാൻ കഴിയും, ഏതോ ഒരു ജന്മത്തിലല്ല. ഇവിടെ ഇരുന്നുകൊണ്ട് കൊണ്ട് തന്നെ യഥാർത്ഥ ആനന്ദം അനുഭവിക്കാൻ ഭക്തന്മാർക്ക് മാത്രമേ കഴിയൂ. അഭക്തന്മാര് സന്തോഷം അന്വേഷിക്കുകയാണ്, എന്നാൽ ഭക്തന്മാര് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ കാര്യങ്ങളിൽ പരിപൂർണത വന്നാൽ മാത്രമേ അതിന്റെ റിസൾട്ട് കിട്ടൂ. എങ്കിൽ ആധ്യാത്മിക കാര്യത്തിൽ ഭൗതികമായ കാര്യങ്ങളിൽ അതിന്റെ റിസൾട്ട് മാത്രമാണ് ആനന്ദത്തിനുള്ള ഹേതുവെങ്കിൽ ആധ്യാത്മിക കാര്യങ്ങളിൽ ആ പ്രോസസ്സ് തന്നെ ആനന്ദം കിട്ടുന്നതാണ്. MBBS ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം MBBS കിട്ടിയതിന്റെ സന്തോഷം കിട്ടത്തില്ല. എന്നാൽ ഭക്തിയുത ഭഗവത് സേവനം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ എല്ലാ ആനന്ദവും നമുക്ക് കിട്ടുന്നതാണ്. ഇതാണ് വ്യത്യാസം. അപ്പൊ ഭക്തന്മാര് ഓരോ സെക്കൻഡും ആസ്വദിച്ചു കൊണ്ടിരിക്കും. ഏറ്റവും ഉദാഹരണമായി ഒരു കഥ പറയാൻ പറ്റുന്നത്, എൻ്റെ വൈഫിന് ഒരു കോളേജിൽ ഒരു റീയൂണിയൻ ഉണ്ടായിരുന്നു. പണ്ട് സ്കൂളിൽ കോളേജിൽ പഠിച്ച ആൾക്കാരെല്ലാം. അപ്പൊ അവരെല്ലാം ഒരുമിച്ച് കൂടി. എന്താണ് അവിടെ ചെയ്തത്? അവർ ഒരുമിച്ച് കൂടി, ഒരുമിച്ച് ആഹാരം കഴിച്ചു, ഒരുമിച്ച് കുറെ പാട്ട് പാടി, ഒരുമിച്ച് കുറെ ഡാൻസും കളിച്ചു, ഒരുമിച്ച് കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം പങ്കുവെച്ചു, കുശല പ്രശ്നങ്ങൾ നടത്തി സന്തോഷമായിട്ട് പിരിഞ്ഞുപോയി. എന്നിട്ട് വാട്സപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? നമ്മള് ഡെയിലി റോട്ടിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഒരുമിച്ച് കൂടി ഡാൻസ് കളിച്ചു, പാട്ട് പാടി, ആനന്ദിച്ചു, സന്തോഷിച്ചു എന്നൊക്കെ മെസ്സേജ് വരും.
അതിന് 15-20 വർഷം വേണ്ടി വന്നു അവർക്ക് അങ്ങനെ ഒരു സന്തോഷം എൻജോയ് ചെയ്യാൻ. അപ്പൊ എന്റെ മകള് പറയുകയാണ്, അച്ഛാ ഇതല്ലേ നമ്മൾ എല്ലാ ആഴ്ചയും സത്സംഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് കൂടുന്നു, കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നു, ആനന്ദിക്കുന്നു, ഷെയർ ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, കൈപൊക്കി കൃഷ്ണന്റെ പാട്ട് പാടി അത് വളരെ ആനന്ദത്തോടു കൂടി പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, നല്ല വണ്ണം പ്രസാദം കഴിക്കുന്നു, വയറ് നിറച്ച് പ്രസാദം കഴിക്കുന്നു. ഇതെല്ലാ ആഴ്ചയും നമ്മൾ ചെയ്യുകയാണ്. ഇവരെന്തിനാണ് 15 വർഷങ്ങൾക്ക് ശേഷം ഇതൊക്കെ ചെയ്യാൻ ഗ്യാപ്പായി പോയത്? അവരെല്ലാ ആഴ്ചയും സൺഡേ പ്രോഗ്രാമിന് വരാൻ പറഞ്ഞാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത്രയും സന്തോഷം കർമ്മികൾക്ക് വല്ലപ്പോഴുമേ ചെയ്യാൻ പറ്റുന്നു. അതും ഭൗതികമായ നിലവാരത്തിലേ അവർ ചെയ്യുന്നുള്ളൂ. അവര് തേൻ കുപ്പിക്ക് വെളിയിൽ നിന്നുമാണ് തേൻ നുകരാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഭക്തന്മാര് യഥാർത്ഥ ആനന്ദം തേൻ തന്നെ എടുത്ത് കുടിച്ച് ആനന്ദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഇന്നത്തെ ശ്ലോകം നമ്മളോട് നിഷ്കർഷിക്കുന്നത് പോലെ ഹരിചര്യാനുവർണ്ണനം നമുക്ക് ചെയ്യാം. എല്ലാ ദിവസവും ഹരിയുടെ തിരുനാമ ജപം ജപിക്കുവാനും ഹരിയുടെ ദിവ്യ ലീലകളെ കുറിച്ചുള്ള വർണ്ണനകൾ കേൾക്കുവാനും ആനന്ദിക്കുവാനും നമുക്ക് കഴിയുമാറാകട്ടെ. ഈ ലോകത്തിൽ 2 കാര്യങ്ങളിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. ഒന്ന് മണ്ണിന് വേണ്ടി, ഒന്ന് പെണ്ണിന് വേണ്ടി. ഈ കഥകൾ എവിടെയൊക്കെ കേൾക്കുമോ അവിടെ എല്ലാം നമ്മുടെ ചെവി കൊണ്ട് വയ്ക്കും. എങ്കിൽ നമുക്ക് മഹാഭാരതം കേൾക്കാം. അത് മണ്ണിന് വേണ്ടിയുള്ള തമ്മിലടിയാണ്. എന്നാൽ അതിന്റെ സെന്റർ കൃഷ്ണൻ. അതേപോലെ തന്നെ പെൺവിഷയത്തിൽ നമുക്ക് വളരെ ശ്രദ്ധയുണ്ട്. എന്നാൽ നമുക്ക് രാമായണം കേൾക്കാം. അത് തീർച്ചയായിട്ടും ആ വിഷയത്തിനെ കുറിച്ച് പറയുന്നതാണ്. എന്നാൽ അതിന്റെ സെന്റർ ശ്രീ രാമചന്ദ്രമൂർത്തിയാണ്. എന്നാൽ ഈ 2 കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ട് എങ്കിൽ ആ ശ്രദ്ധ വച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാം. കാരണം നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാണ് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഭഗവാൻ ഈ 2 ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ അനുസരിച്ച്, നമ്മുടെ കുറവുകൾ കണ്ടറിഞ്ഞ്, നമ്മളോടുള്ള കാരുണ്യം കാണിച്ച്, നമ്മളിൽ ഒരാളായി ഇറങ്ങി വന്ന് നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഇതെല്ലാം പറഞ്ഞ് സെന്റർ ഓഫ് അട്രാക്ഷൻ കൃഷ്ണ, സെന്റർ ഓഫ് അട്രാക്ഷൻ ഭഗവാൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ലൈഫിനെ പതുക്കെ പതുക്കെ മാറ്റി നമ്മുടെ ഭൗതിക ലോകത്തിൽ നിന്നും ആധ്യാത്മിക ലോകത്തിലേക്ക് നമ്മളെ കൈപ്പിടിച്ചുയർത്താനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. ഭഗവാൻ തന്ന ശാസ്ത്രങ്ങൾ ശ്രമിക്കുന്നത്. ഭഗവാന്റെ ഗുരു പരമ്പര ശ്രമിക്കുന്നത് എല്ലാം നമ്മളെ കൈപ്പിടിച്ച് ഉയർത്തി നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അവർ നമ്മളെ കൈപ്പിടിച്ച് ഉയർത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് കൈ കൊടുക്കാം. നമ്മുടെ വിലപ്പെട്ട സമയവും ശ്രദ്ധയും നമുക്കുള്ള ശ്രദ്ധാവിഷയമായ ഈ 2 വിഷയത്തിൽ കുറച്ച് മാറ്റം വന്ന് ഈ പുറപ്പെട്ട് വായിച്ചു നോക്കുമ്പോൾ അറിയാം, നമ്മുടെ ചിന്താഗതിയോ ഇതൊന്നും മാറ്റാൻ പറ്റൂല. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കത്തുള്ളൂ. പക്ഷെ ആ ശ്രദ്ധ വിഷയത്തിന് ഒന്ന് മാറ്റുക, വിഷയത്തിന് മാറ്റുക മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ വിഷയം മഹാഭാരതമായിക്കോട്ടെ, ആ വിഷയം രാമായണമായിക്കോട്ടെ, ആ വിഷയം ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം ഇത്യാദി ഗ്രന്ഥങ്ങളായിക്കോട്ടെ. അതിനുവേണ്ടി നമ്മളെ രക്ഷിക്കാൻ ഒരുപാട് ടീം നമ്മളെ പുറകെ ഉണ്ട്. ഗുരു പരമ്പര തന്നെയാണ്. നമുക്ക് TV കാണാൻ ഇഷ്ടമാണ്. യൂട്യൂബിൽ എന്തുകൊണ്ട് മഹാഭാരതം കണ്ടുകൂടാ? നമുക്ക് അത് കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. നമുക്ക് എന്തുകൊണ്ട് ഭഗവാന്റെ ദിവ്യ ലീലകളെ കുറിച്ച് കേട്ടുകൂടാ? നമുക്ക് നല്ലവണ്ണം ആഹാരം കഴിക്കാൻ ഇഷ്ടമാണ്. എന്തുകൊണ്ട് ഭഗവാൻ നിവേദിച്ച പ്രസാദം നിറച്ച് കഴിച്ചുകൂടാ? അതുകൊണ്ട് ഒന്നും ഉപേക്ഷിക്കാൻ ഭഗവാൻ പറയുന്നില്ല. എന്നാൽ ഭഗവാനെ സെന്ററാക്കി ചെയ്യാൻ മാത്രമേ ഭഗവാൻ പറയൂ. അതിനുവേണ്ടി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിന് ഗുരു ശിഷ്യ പരമ്പരയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുവാൻ വേണ്ടി നമ്മൾ സ്വയം തയ്യാറുമാറാകട്ടെ. അതിനുവേണ്ടി ഭഗവാന്റെയും ഭക്തന്മാരുടെയും സംഘം എടുക്കാനും ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്യാനും നമുക്ക് കഴിയുമാറാകട്ടെ. എല്ലാ സൗഭാഗ്യം ഭഗവതൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ഡിസ്കഷനോ കമന്റ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭക്തജനങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഓക്കെ, അപ്പൊ ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും ഒരു കൃഷ്ണ കോൺഷ്യസ് ന്യൂ ഇയർ നമ്മുടെ എല്ലാവരുടെയും ഭക്തന്മാരുടെയും സന്തോഷത്തിന് വേണ്ടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഹാപ്പി കൃഷ്ണ കോൺഷ്യസ് ന്യൂ ഇയർ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ന്യൂ ഇയറിലേക്ക് തിരുവനന്തപുരത്ത് ഭക്തന്മാർക്ക് ദർശനം തരുവാൻ വേണ്ടി ഒരു നല്ലൊരു ഭക്തൻ വരുന്നുണ്ട്. ഹിസ് ഗ്രേസ് കാലചക്ര പ്രഭു
തിരുവനന്തപുരത്തിൽ ഇന്ന് 11:30 വരും. ഭഗവാൻ അനുഗ്രഹിച്ച് ഒരാഴ്ചത്തെ വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ചാർട്ട് കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇവയെല്ലാം ദയവായി നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി ആ ഒരു ഭക്തന്റെ പ്രസൻസ് സത്സംഗം എടുത്ത് ഈ ന്യൂ ഇയറിന്റെ ആദ്യത്തെ ആഴ്ച മനോഹരമാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. 1-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള വിപുലമായ പരിപാടികൾ ഭഗവാന്റെ കൃപയിൽ നമ്മൾ രാധാ നീലമ സത്സംഗം ഇസ്കോൺ ട്രിവാൻഡ്രം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ശനി ഞായറിൽ ആധ്യാത്മികം എന്നുള്ള ഒരു വലിയൊരു സെമിനാർ പ്രോഗ്രാമിന്റെ 2-ാം പാർട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1-ാം പാർട്ട് നടന്നിരുന്നു. എല്ലാ ദിവസവും രാവിലെയും 8 മണിക്കും വൈകുന്നേരവും ഭാഗവതം ക്ലാസ്സുകളുണ്ട്. മിക്കവാറും ചിത്രകേതുവിന്റെ ലീലകളെ കുറിച്ചായിരിക്കും പ്രഭു ക്ലാസ് എടുക്കുന്നത്. ഈ രാവിലത്തെ ഭാഗവതം ക്ലാസ്സിൽ ഈ ഒരു 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി 5-ാം തീയതി 6-ാം തീയതി വരെ ഹിസ് ഗ്രേസ് കാലചക്രപ്രഭുവിന്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് മറ്റു ഭക്തന്മാരുടെ ഷെഡ്യൂൾ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പൊ അദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ട് ഇവിടെയുള്ള ക്ലാസ് ആണ് നമ്മൾ രാവിലത്തെ 8 മണിക്കുള്ള ക്ലാസ്സിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാഴ്ച നമ്മൾ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ചിത്രകേതുവിന്റെ പ്രോഗ്രാം ആവാനാണ് ചാൻസ്. പ്രഭു ഒന്ന് വന്നിട്ട് ഏതാണെന്ന് സബ്ജക്റ്റ് ഒന്നുകൂടെ പറയും. മിക്കവാറും ചിത്രകേതുവിനെ കുറിച്ചുള്ള ലീലകളായിരിക്കും രാവിലത്തെ 8 മണിക്കുള്ള ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാ ഭക്തന്മാരും ഒന്നിച്ചു വരണം. അല്ല, പ്രഭു ഒരു കൺഫ്യൂഷൻ ഇന്നലെ രാത്രി പറഞ്ഞു. ഒന്നുകിൽ ചിത്രകേതു ഉപദേശം അല്ലെങ്കിൽ ബ്രഹ്മപ്രയർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇത് എപ്പിസോഡായിട്ടായിരിക്കും പ്രഭു ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സുകളെല്ലാം ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് ആ ഷെഡ്യൂൾ അനുസരിച്ചുള്ള ക്ലാസ്സുകളെല്ലാം ഓൺലൈനിൽ ദൂരെയുള്ള ഭക്തന്മാർക്കും കൂടെ വേണ്ടി നമ്മൾ ടെലികാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ഭക്തന്മാരും നേരിട്ട് വരികയോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയോ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് की जय. श्रील गुरुदेव की जय. गौर प्रमानदे. हरि हरि बोल. ഹരേ കൃഷ്ണ. പ്രഭുജി ദണ്ഡവത് പ്രണാംസ്. ഇന്ന് 1 മണിയുടെ ഈ ക്ലാസ്സും സൂമിലുണ്ടോ? ഉണ്ടാവും മാതാജി. പക്ഷെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് നേരിട്ട് വരുവാൻ. തീർച്ചയായിട്ടും 1 മണിയുള്ള ക്ലാസ് നമ്മൾ സൂമിൽ ഇടുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും നേരിട്ട് വരാൻ പറ്റുന്ന ഭക്തന്മാർ നേരിട്ട് വരണമെന്നാണ് വിനീതമായ അഭ്യർത്ഥിക്കുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു.